ശരി രാഗിൻ, പ്രദീപ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. പ്രദീപ്, ഇന്ന് എവിടെയൊക്കെയാണ് പരിപാടികൾ? ആ പരിപാടികൾക്കനുസരിച്ച് എവിടെയാകും പ്രതിഷേധത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നത്? പോലീസ് അതൊക്കെ കണക്കൂട്ടി കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ വഴിയിലുടനീളം? നവകേരള സദസ് കൂടാതെ രാവിലെ ഒരു ഔദ്യോഗിക പരിപാടിയാണ് മുഖ്യമന്ത്രിക്ക് ഇന്ന് എറണാകുളം ജില്ലയിലുള്ളത്. എറണാകുളം ടൗൺ ഹാളിൽ എറണാകുളം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനപരമാണ് ആദ്യത്തേത്. എറണാകുളം ടൗൺ ഹാളിലാണ്. രാവിലെ 10:30-ക്കാണ് പരിപാടി. എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കേവലം 1 കിലോമീറ്ററിൽ താഴെയുള്ള ദൂരം മാത്രമാണ് ഈ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ നടക്കുന്ന ടൗൺ ഹാളിലേക്കുള്ളത്. ഈ വഴിയിൽ ഉടനീളം കനത്ത സുരക്ഷയാണ് രാഗിൻ പറഞ്ഞതുപോലെ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒക്കെ തന്നെ ഹൈക്കോടതി ജംഗ്ഷനിൽ, കച്ചേരിപ്പടിയിൽ ഒക്കെ തന്നെ പോലീസിനെ കൂട്ടമായി ജോലിക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഏതാണ്ട് ഓരോ 50 മീറ്റർ കൂടുമ്പോഴും ഓരോ പോലീസുകാരെ വീതം വഴിയിൽ ഉടനീളം നിയോഗിച്ചിട്ടുമുണ്ട്. ഒരുപക്ഷെ മുൻപ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ നഴ്സിംഗ് കോളേജിൻ്റെ ശതാബ്ദി ഉദ്ഘാടന വേളയിൽ അല്ലെങ്കിൽ ആ വേദിയിൽ ഒരു പ്രതിഷേധത്തിന് സാധ്യത കാണുന്നില്ല. അതിനുശേഷം മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു പോകുമ്പോഴോ അതല്ലെങ്കിൽ പിന്നീട് തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് എന്നീ മണ്ഡലങ്ങളാണ് നവകേരള സദസ് നടക്കുന്നത്. ഇവിടങ്ങളിലാണ് പ്രതിഷേധത്തിന് കൂടുതൽ സാധ്യതയുള്ളത്. നമുക്കറിയാം, നവകേരള സദസ് തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ കണ്ടു തുടങ്ങിയത് അത് മധ്യകേരളത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ്. കോതമംഗലത്തും പെരുമ്പാവൂരിലുമൊക്കെ അതിശക്തമായ പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത്. ഷൂ എയർ പോലുള്ള വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. മാത്രവുമല്ല, വഴിയരികിൽ കാത്തുനിന്ന കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജീവൻ രക്ഷാപ്രവർത്തകർ മർദ്ദിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. ഇത് വലിയ വിവാദത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എറണാകുളം ജില്ല എന്ന് പറയുമ്പോൾ കടന്നു വന്ന മറ്റ് ചില ജില്ലകളെ അപേക്ഷിച്ച് UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഏറെ പ്രവർത്തകരുള്ള ജില്ലയാണ്. മാത്രവുമല്ല, പലപ്പോഴും പോലീസ് സ്റ്റേഷൻ ഉപരോധം, അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു. നമുക്കറിയാം, ഇന്നലെ തന്നെ വെളുപ്പിന് ഏതാണ്ട് 1 മണിവരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധമുണ്ടായിരുന്നു. ജില്ലയിലെ MP-യും MLA-മാരും ഉൾപ്പെടെയുള്ളവർ ഈ ഉപരോധ പ്രതിഷേധ സമരങ്ങളിൽ സജീവമായി പങ്കാളികളാവുകയും ചെയ്തു. രാത്രിയിൽ തന്നെ ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയാണ് പ്രതിഷേധക്കാർക്ക് ജാമ്യം ലഭിച്ചത്. ഇതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം നവകേരള സദസ്സ് പൂർണ്ണമായും അവസാനിക്കുന്ന ഇന്ന് ഉണ്ടായേക്കാം എന്ന് തന്നെ പറയാം. നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സുകളാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്നത്. ഇന്ന് തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് പൂർത്തിയാകുന്നതോടുകൂടി നവകേരള സദസ്സ് ഔദ്യോഗികമായി സമാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറഞ്ഞതുപോലെ നവകേരള സദസ്സിൻ്റെ അന്ത്യകൂദാശ നടത്തുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രമാദമായ വാക്കുകൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവസാന നവകേരള സദസ്സ് എന്ന നിലയിൽ തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിൽ നടക്കുന്ന ഈ നവകേരള സദസ്സിന് മുന്നിലും UDF അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും കനത്ത ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നു. ശരി.